നാം ഉജ്ബ് ഉപേക്ഷിക്കുക. അഥവാ എത്ര ഖൈറിലാണ് നാമെങ്കിലും നമ്മൾ നന്നായിപ്പോയി, നമ്മൾ നല്ല മുന്തിയവരായിപ്പോയി എന്ന് നമ്മെക്കുറിച്ച് ചിന്തിച്ചു പോകരുത്. അത് നമ്മെ നശിപ്പിച്ച് കളയും. പാപങ്ങളെക്കാൾ നാം സൂക്ഷിക്കേണ്ടത് പാപങ്ങളെക്കാൾ നാം സൂക്ഷിക്കേണ്ടത് അതിനെയാണ്. അതുപോലെ നന്നായിപ്പോയാൽ, നമ്മൾ നന്നായിപ്പോയി എന്ന ചിന്ത നമുക്ക് വന്നാൽ പിന്നീട് മോശമായ കാര്യത്തിലേക്ക് അത് നമ്മെ കൊണ്ടുചാടിച്ചേക്കും. പിന്നീട് നന്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് അവസരം നഷ്ടപ്പെട്ടേക്കും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ, ഏറ്റവും ഉത്തമരായ, അല്ല നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിസ്കാരത്തിൽ ചൊല്ലാനുള്ള ദുആ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഞാൻ എന്നോട് ഒരുപാട് ദുൽമ പ്രവർത്തിച്ചിരിക്കുന്നു, ധാരാളം അതിക്രമങ്ങൾ ഞാൻ എന്നോട് തന്നെ ചെയ്തു പോയിരിക്കുന്നു. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹുവേ, പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ മറ്റൊരുവനില്ല. അതുകൊണ്ട് നീ എന്റെ പാപങ്ങൾ പുറത്തു തരികയും എനിക്ക് റഹ്മത്ത് ചൊരിയുകയും ചെയ്യണമേ. നീയാണ് ഗഫൂറും റഹീമും. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇതാണ്. നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയായിരുന്നു. അവർ സ്വന്തത്തെക്കുറിച്ച് പേടിച്ചിരുന്നു. നമ്മളിൽ ചില ആളുകളെ പോലെയല്ല. അവർ പാപങ്ങൾ ചെയ്യുകയും എന്നാൽ സ്വയം നല്ലവരാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മുഅ്മിനുകൾ നന്മകളേറെ ചെയ്യുകയും എന്നിട്ട് സ്വന്തത്തെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്യും. വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നന്മകൾ പ്രവർത്തിക്കും, സദഖ കൊടുക്കും, ഖൈറുകൾ ചെയ്യും, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയാണ്. റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണല്ലോ, റബ്ബിത് സ്വീകരിക്കുമോ എന്ന് പേടിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഹൃദയം.